എലിമിനേഷൻ ചേംബർ 2024 മാച്ച് കാർഡ് പ്രഡിക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരേക്കും 4 മാച്ചും ഒരു സെഗ്മെന്റുമാണ് എലിമിനേഷൻ ചേംബറിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് വിൻ ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന എല്ലാ റിസൾട്ടും 100% നടക്കും എന്ന് ഉറപ്പ് പറയുന്നില്ല. റെസ്ലേഴ്സിന് കൊടുക്കുന്ന പുഷ്, ഇപ്പോൾ വരുന്ന ന്യൂസ് എല്ലാം വെച്ചുകൊണ്ടാണ് ഈ പ്രഡിക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ മാത്രം കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഡിക്ഷൻസും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഇനി എലിമിനേഷൻ ചേംബർ എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ പല വീഡിയോസിലും ഞാൻ അതിൻ്റെ സമയം കാണിച്ചിട്ടുണ്ട്. എന്നാലും പറയാം, ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 എലിമിനേഷൻ ചേംബർ ലൈവായി സോണി 10 നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഓസ്ട്രേലിയയിൽ രാത്രി 8 മണിക്ക് നടക്കുന്ന ഷോ നമ്മൾക്ക് ഇവിടെ 2:30 ഉച്ചയ്ക്ക്. ഓസ്ട്രേലിയയിലായതുകൊണ്ട് നമ്മൾക്ക് ഉറക്കമൊഴിച്ച് എഴുന്നേൽക്കേണ്ട പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് മാച്ചായിട്ട് അൺഡിസ്പ്യൂട്ടഡ് WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ടാഗ് ടീം ചാമ്പ്യൻസായ ഫിൻ ബാലർ ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് ടൈലർ ബീറ്റ് ആൻഡ് ബീറ്റ് ഡെൻ, ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാച്ചിലും ഫിൻ ബാലറും ഡാമിൻ പ്രീസ്റ്റും തന്നെയാണ് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആവാൻ പോകുന്നത്. ഒരുപക്ഷെ ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കാം ഈ മാച്ചിൽ ഇവർ സ്റ്റിൽ ചാമ്പ്യൻസ് ആവുക. കാരണം ഇവരിപ്പോൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പുമായി നല്ല രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് റെസൽമേനിയ വരെ എത്തിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. റെസൽമേനിയയിൽ മിസ്സും ആർട്രൂത്തും വന്നേക്കാം ഇവരുടെ കൂടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ചെയ്യാൻ. അങ്ങനെയാണ് സ്റ്റോറി നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ മാച്ചിൽ ജഡ്ജ്മെന്റ് ഡേ തന്നെ വിൻ ചെയ്ത് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആകും. രണ്ടാമത്തെ മാച്ച് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വുമൺസ് വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലി വേഴ്സസ് നയ ജാക്സ്, ഇവർക്കാണ് ഈ മാച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% റിയ റിപ്ലി തന്നെയാണ് ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആവുക. നയ ജാക്സ് ഈ മാച്ച് വിൻ ചെയ്യാനുള്ള യാതൊരു ചാൻസും ഇല്ല. ശരിക്കും WWE പ്ലാൻ ജാഡ് കാർഗിലിനെ വെച്ച് നയ ജാക്സിനെ തോൽപ്പിക്കാനായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ടുണ്ട്. റിയ റിപ്ലിയാണ് നയ ജാക്സിനെ തോൽപ്പിക്കാൻ പോകുന്നത്. ഈ മാച്ചിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. റിയ റിപ്ലിയുടെ അവിടെ തന്നെ നടക്കുന്നതുകൊണ്ട് വേറെ ലെവൽ സപ്പോർട്ട് അവർക്ക് കിട്ടും. അടുത്തത് വുമൺസ് എലിമിനേഷൻ ചേംബർ മാച്ചാണ്. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് റെസൽമേനിയയിൽ അവസരം കിട്ടും. ഈ മാച്ചിൽ മത്സരിക്കുന്നത് ബെക്കി ലഞ്ച്, നയോമി, സ്റ്റീഫാനി സ്ട്രാറ്റൻ, ലിവ് മോർഗൻ, ബിയാങ്ക ബെല്ലർ ആൻഡ് റെക്കൽ റോഡ്രിഗസ്, ഇവരാണ് ഈ മാച്ചിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാച്ചിൽ 100% ബെക്കി ലഞ്ച് വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അതിനുശേഷം ബെക്കി ലഞ്ച് വേഴ്സസ് റിയ റിപ്ലി, ഇവർക്ക് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് റെസൽമേനിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു സെക്കൻഡ് വിന്നായിട്ട് വേണമെങ്കിൽ ബിയാങ്ക ബെല്ലറിന്റെ പേരും പറയാം. കാരണം WWE ഇപ്പോൾ ചെയ്യുന്ന എല്ലാ പ്രൊമോഷനും ബിയാങ്ക ബെല്ലറെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പ്രഡിക്ഷൻ വേണമെങ്കിൽ ബിയാങ്ക ബെല്ലറിന്റെ പേര് പറയാം. മെയിനായിട്ടും ബെക്കിയാണ് ഈ മാച്ച് ജയിക്കാൻ ചാൻസ് ഉള്ളത്. അടുത്തത് മെൻസ് എലിമിനേഷൻ ചേംബർ മാച്ച്. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ സെത്ത് റോളൻസിന്റെ കൂടെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് റെസൽമേനിയ നൈറ്റ് 1 കിട്ടും. ഈ മാച്ചിൽ മത്സരിക്കാൻ പോകുന്നത് ബോബി ലാഷ്ലി, ഡ്രൂ മെക്കൻടയർ, റാൻഡി ഓർട്ടൻ, LA നൈറ്റ്, കെവിൻ ഓവൻസ് ആൻഡ് യുണൈറ്റഡ് ചാമ്പ്യൻ ലോഗൻ പോൾ, ഇവരാണ് ഈ മാച്ചിൽ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൂ മെക്കൻടയർ വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഡ്രൂ മെക്കൻടയറിനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് WWE വീണ്ടും പവർഫുൾ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ചെയ്യുന്ന മാച്ച് എല്ലാം വിൻ ചെയ്യുന്നതായിട്ട്. എന്തിന് റോ എപ്പിസോഡിൽ കോഡി റോഡ്സിനെ വരെ ഡ്രൂ മെക്കൻടയർ തോൽപ്പിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മെക്കൻടയറെ ചാമ്പ്യൻഷിപ്പ് മാച്ചിലേക്ക് വിടാനായിരിക്കാം WWE പ്ലാന്. അതുകൊണ്ടാണ് കോഡി റോഡ്സിനെ വരെ തോൽപ്പിക്കുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാച്ചിൽ ഡ്രൂ മെക്കൻടയർ വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇനി ഒരു സെക്കൻഡ് ചാൻസ് ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റാൻഡി ഓർട്ടനെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ കൂടുതൽ ചാൻസ് ഡ്രൂ മെക്കൻടയറിനാണ്. സെക്കൻഡ് ചാൻസ് റാൻഡി ഓർട്ടന്. ഇവരിൽ ഒരാളാണ് എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യുക. എൻ്റെ പ്രൊഡിക്ഷൻ ഡ്രൂ മെക്കൻടയർ. എന്തായാലും നമുക്ക് നോക്കാം. ഇനി അഞ്ചാമതായിട്ട് ഗ്രേസൺ വാലർ എഫക്റ്റ് സെഗ്മെന്റ് ആണ് വെച്ചിട്ടുള്ളത്. റോയൽ റംബിൾ വിന്നർ കോഡി റോഡ്സും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ സെത്ത് റോളൻസുമാണ് ഗസ്റ്റായി വരുന്നത്. ഈ സെഗ്മെന്റിന് വളരെയധികം പ്രതീക്ഷ ഫാൻസിനുണ്ട്. കാരണം ഈ സെഗ്മെന്റിന്റെ അവസാനം റോക്ക് വരുമോ റോമൻ വരുമോ എന്നുള്ള ഡൗട്ടും ഇപ്പോൾ ആരാധകർക്കുണ്ട്. ഒരു സർപ്രൈസ് ആയിട്ട് ചിലപ്പോൾ ഇവര് രണ്ടുപേരും അവിടെ വന്നേക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഇല്ല എങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സോളോ സിക്കവ ആൻഡ് ജിമ്മി യൂസോ ഈ സെഗ്മെന്റിൽ എന്തായാലും വരും. എന്നിട്ട് അവർ സെത്തിന്റെയും കോഡിയുടെയും കയ്യിൽ നിന്നും അടിവാങ്ങി പോകുമായിരിക്കും. അല്ലെങ്കിൽ റോക്ക് റോമൻ വരും. അപ്പോൾ എന്തായാലും ഈ ഒരു സെഗ്മെന്റിൽ ഒരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യം സംഭവിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് എലിമിനേഷൻ ചേംബറിന്റെ പ്രൊഡിക്ഷൻസ്.
അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൺഫേം ആയി നടക്കുമെന്ന് ഉറപ്പ് പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമന്റ് ചെയ്യാം.